ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റ് വിദേശ നാടുകളിലേക്കുമുള്ള ഓരോ വിമാനയാത്രയുടെയും അവസാന ഭാഗം ഏതൊരു മലയാളിക്കും ഒരു പ്രത്യേക പ്രതീക്ഷയുടെ നിമിഷമാണ്. മറുനാട്ടിൽ വിയർപ്പൊഴുക്കി നേടിയ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം സ്വർണമായി നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ അഭിമാനവും ഒപ്പം ലാഭകരമായ ഒരു നിക്ഷേപം എന്ന കണക്കുകൂട്ടലും ഉണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ ഈ സന്തോഷത്തിന്മേൽ ആശങ്കയുടെ കരിനിഴൽ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കസ്റ്റംസ് ബാഗേജ് ഡിക്ലറേഷൻ റെഗുലേഷൻസിലെ അവ്യക്തതകളും പഴക്കം ചെന്ന മാനദണ്ഡങ്ങളുമാണ് ഇപ്പോൾ പ്രവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ്. ഈ പ്രശ്നത്തിന്റെ മൂലകാരണം 2016 രൂപീകരിച്ച കസ്റ്റംസ് ചട്ടങ്ങളാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ച് യാത്രക്കാർക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുവദിച്ചിരുന്ന സ്വർണത്തിന്റെ അളവ് നിശ്ചയിച്ചത് അതിന്റെ വില അടിസ്ഥാനമാക്കിയായിരുന്നു. ഈ ചട്ടങ്ങൾ പ്രകാരം സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വിലമതിക്കുന്ന പരമാവധി 40 ഗ്രാം സ്വർണവും പുരുഷന്മാർക്ക് 50,000 രൂപ വിലയുള്ള പരമാവധി 20 ഗ്രാം സ്വർണവുമാണ് നികുതിയില്ലാതെ കൊണ്ടുവരാൻ അനുമതി ഉണ്ടായിരുന്നത്. ഈ നിയമം നിലവിൽ വന്ന 2016-ൽ 1 ഗ്രാം സ്വർണത്തിന് ഏകദേശം 2,500 ആയിരുന്നു വില. ഈ വിലയെ അടിസ്ഥാനമാക്കിയാണ് 40 ഗ്രാമിനും 20 ഗ്രാമിനും പരിധി നിശ്ചയിച്ചത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിലെ വൻ മാറ്റങ്ങളും നിക്ഷേപ ആവശ്യകതകളും കാരണം സ്വർണ്ണവില 5 മടങ്ങോളമാണ് വർദ്ധിച്ചത്. ഇതാണ് പഴയ വിലയെ അടിസ്ഥാനമാക്കിയുള്ള ചട്ടങ്ങൾ പ്രവാസികൾക്ക് ഇന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന്റെ പ്രധാന കാരണം. സ്വർണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവ് വിലയെ അടിസ്ഥാനമാക്കിയുള്ള പഴയ കസ്റ്റംസ് നിയമങ്ങളെ പ്രവാസികൾക്ക് വലിയ തലവേദനയാക്കി മാറ്റി. ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം അനുവദനീയമായ അളവിൽ വന്ന കുറവാണ്. ഉദാഹരണത്തിന് 2016-ൽ 1 ലക്ഷം രൂപയ്ക്ക് 40 ഗ്രാം സ്വർണം കൊണ്ടുവരാമായിരുന്ന സ്ഥാനത്ത് ഇന്നത്തെ ഉയർന്ന വില കാരണം ഏകദേശം 15 മുതൽ 16 ഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാൻ കഴിയുന്നുള്ളൂ. ഇതോടെ പഴയ കണക്കനുസരിച്ച് 40 ഗ്രാം കൊണ്ടുവരുന്ന യാത്രികർക്ക് അത് വിലയുടെ അടിസ്ഥാനത്തിൽ അധികമാവുകയും കസ്റ്റംസ് പരിശോധനകളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ സ്വർണ്ണവില ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഏത് ദിവസത്തെ വിലയാണ് കണക്കിലെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലായ്മയും നിലനിന്നിരുന്നു. ഇത് വിമാനത്താവളങ്ങളിൽ ഉദ്യോഗസ്ഥരും യാത്രക്കാരും തമ്മിൽ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങൾക്കും ഒക്കെ വഴിവെച്ചു. ഇതിലുപരി നിയമത്തിലെ ഈ അവ്യക്തതകൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും തുറന്നിട്ടു. ഇത് സാധാരണക്കാരായ പ്രവാസികളുടെ സമയവും പണവും നഷ്ടപ്പെടുത്തി. ഈ ഗുരുതരമായ പശ്ചാത്തലത്തിലാണ് NK പ്രേമചന്ദ്രൻ MP ഇടപെടുകയും ഈ വിഷയം പാർലമെന്റിലും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തത്. ഇതിന്റെ ഫലമായി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാൾ ബാഗേജ് ഡിക്ലറേഷൻ റെഗുലേഷനുകൾ പുനഃപരിശോധിക്കാമെന്ന് ഉറപ്പു നൽകുകയും ഈ വിഷയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാവുകയും ചെയ്തു എന്നുള്ളതാണ്. യാത്രികർ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ആവശ്യം ലളിതവും തികച്ചും യുക്തിസഹവുമാണ്. അതായത് സ്വർണം കൊണ്ടുവരുന്നതിൽ അതിന്റെ വില കണക്കിലെടുക്കുന്നത് ഒഴിവാക്കി പകരം നിശ്ചിത തൂക്കം, ഗ്രാം ആണെങ്കിലും പവനാണെങ്കിലും അത് ഒരു സ്ഥിരമായ മാനദണ്ഡമാക്കി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുക എന്നതാണ്. ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തേത്, ഇത് നടപടിക്രമങ്ങളെ ലളിതവൽക്കരിക്കും. കാരണം തൂക്കം എന്നതൊരു സ്ഥിരമായ അളവാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിപണി വിലയോ നാളത്തെ വിലയോ പരിഗണിക്കാതെ തന്നെ കസ്റ്റംസ് പരിശോധനകൾ വേഗത്തിലും എളുപ്പത്തിലും പൂർത്തിയാക്കാം. രണ്ടാമതായി, ഇത് നിയമപരമായ കണക്കെടുപ്പുകളിൽ വിശ്വാസ്യത ഉറപ്പുവരുത്തും. കാരണം സ്വർണ്ണവിലയുടെ നിരന്തരമായ ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ കസ്റ്റംസ് കണക്കെടുപ്പുകളെയോ നിയമപരമായ പരിധിയെയോ ബാധിക്കില്ല. മൂന്നാമത്തേത്, ഈ പരിഷ്കാരം ഒരു പ്രവാസി സൗഹൃദ നടപടിയായിരിക്കും. വിലക്കയറ്റത്തിന്റെ ഭാരവും അതുമൂലമുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും യാത്രക്കാരുടെ തലയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഈ ഭേദഗതി യാഥാർത്ഥ്യമായാൽ സ്ത്രീകൾക്ക് ഒരു നിശ്ചിത ഗ്രാം സ്വർണവും പുരുഷന്മാർക്ക് ഒരു നിശ്ചിത ഗ്രാം സ്വർണവും അന്നത്തെ വിപണി വിലയെക്കുറിച്ച് ആശങ്കപ്പെടാതെ നിയമപരമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ നിയമപരിഷ്കരണത്തിന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വലിയ സ്വാധീനമുണ്ട്. സ്വർണം കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാവുകയും അനുവദനീയമായ അളവ് കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിയമപരമല്ലാത്ത വഴികൾ തേടാൻ ആളുകൾ പ്രേരിപ്പിക്കപ്പെടും. ഇതാണ് സ്വർണ്ണക്കടത്ത് വർദ്ധിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം. നിയമപരമായ മാർഗങ്ങളിലൂടെ നികുതി അടച്ച് സ്വർണം കൊണ്ടുവരുന്നത് ലാഭകരമല്ലാതാകുമ്പോൾ കള്ളക്കടത്ത് സംഘങ്ങൾ സജീവമാകും.
കസ്റ്റംസ് നിയമങ്ങൾ ഉദാരവൽക്കരിക്കുകയും അനുവദനീയമായ അളവ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുകയും ചെയ്താൽ യാത്രക്കാർ നിയമപരമായ വഴി തേടാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇത് സർക്കാരിന് നികുതി വരുമാനം ഉറപ്പുവരുത്തുകയും കള്ളക്കടത്ത് തടയുന്നതിൽ കസ്റ്റംസ് ഏജൻസികളുടെ ഭാരം കുറയ്ക്കുകയും ചെയ്യും. നിയമപരമായ ചാനലുകൾ വഴി കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യപ്പെടുന്നത് രാജ്യത്തെ സ്വർണ്ണ വ്യാപാരത്തിന്റെ സുതാര്യതയും വർദ്ധിപ്പിക്കും. പ്രവാസികളെ സംബന്ധിച്ച് ചെറിയൊരു കാലത്തേക്കുള്ള നിയമപരമായ ഇളവുകൾ പോലും വലിയ ആശ്വാസമാണ്. കസ്റ്റംസ് നിയമങ്ങൾ പുനഃപരിശോധിക്കുന്നതിനുള്ള ഈ നടപടി കാലഹരണപ്പെട്ട നിയമവ്യവസ്ഥകളെ കാലത്തിനനുസരിച്ച് നവീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചു പറയുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള ഒരു രാജ്യാന്തര വിമാനത്താവളത്തിന്റെ കാര്യക്ഷമത അതിന്റെ നിയമങ്ങൾ എത്രത്തോളം സുതാര്യവും യാത്രക്കാർക്ക് സൗഹൃദപരവുമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിലയുടെ ഊഹക്കച്ചവടത്തിൽ നിന്നും തൂക്കത്തിന്റെ വ്യക്തതയിലേക്ക് നിയമം മാറുന്നതോടെ വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്ന ഓരോ യാത്രികനും സമാധാനപരവും നിയമപരവുമായ ഒരു യാത്ര പൂർത്തിയാക്കാൻ സാധിക്കും. പ്രവാസ ലോകം ഉറ്റുനോക്കുന്ന ഈ മാറ്റം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാം.